ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. പ്രിയ കൂട്ടുകാർ ഷാലുവിനെ കാത്തിരിക്കുകയാണ്. ഷാലു വന്ന ബാക്കി കഥ പറയാം. ഈ വരുന്നതാണ് ഷാലു, പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഞങ്ങളെയെല്ലാം പ്രിയപ്പെട്ട ഷാലു. ഇന്ന് ഞങ്ങൾ പോകുന്നത് കാപ്പാടുള്ള കനിവ് സ്നേഹതീരത്തിലേക്കാണ്. കനിവ് സ്നേഹതീരം പേര് പോലെ തന്നെ ഒത്തിരി സ്നേഹമുള്ള ആളുകളാണ് അവിടെയുള്ളത്. പല കാരണങ്ങളാൽ അവിടെ എത്തിപ്പെട്ട ഒരുപാട് അച്ഛനമ്മമാർ, അവരെ സ്നേഹിക്കാൻ കനിവിലെ സ്റ്റാഫും മാനേജേഴ്സും പിന്നെ ഞങ്ങളും. എൻ്റെ കൂടെയുള്ളത് ശാന്തി ഭവനിൽ നിന്ന് പരിചയപ്പെട്ട ഒരു പറ്റം നല്ല കൂട്ടുകാരാണ്. എൻ്റെ അടുത്തിരിക്കുന്നതാണ് റാഷിദ് ഭായ്, കനിവിലെ പഴയ മാനേജറാണ്. ഇനി ഞാൻ ഇവിടെയുള്ള സ്നേഹനിധികളായ അമ്മമാരെ കാണിച്ചു തരാം. ഇവർക്ക് എന്നെ അറിയാം കേട്ടോ, ഞാൻ ഇടയ്ക്ക് വരുന്നതുകൊണ്ട്. ഉമ്മ എൻ്റെ പൊന്നുമ്മയാ, ഉമ്മ എന്നും എന്നും എൻ ജീവനാ. ഉമ്മ എൻ്റെ പൊന്നുമ്മയാ. പെരിയോനെ കരളിന്റെ നോവുകളെല്ലാം കാണുന്ന പർദാനെ. ദരജപ്പൂമോളല്ലേ ലൈല, നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. ഇന്ന് ഞങ്ങളുള്ളത് കനിവ് സ്നേഹതീരത്തിലാണ്, കാപ്പാട്. ഇന്ന് ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. നമ്മുടെ സിറാജ് ഭായ് ശാന്തി ഭവനത്തിൽ ഒരു പ്രോഗ്രാം നടത്തി, 19-ലേറെ ആളുകൾ വെച്ചിട്ട്. അന്നാണ് ഇവരൊക്കെ പരിചയപ്പെടുന്നത്. എൻ്റെ ഫ്രണ്ട് ഷാലു ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്നതാ, 5 പ്രാവശ്യം തന്നെ പ്രോഗ്രാം നടത്തിയിട്ടില്ലമ്മ. എൻ്റെ ബർത്ത്ഡേ പ്രോഗ്രാം ഒക്കെ ഇവിടെ ആയിരുന്നു. എനിക്കിവിടെ ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. എൻ്റെ സ്വന്തം ഉപ്പച്ചി മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരുപാട് അച്ഛനമ്മമാരെ കിട്ടും, ഇവരെ സ്നേഹം കിട്ടും. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള എന്താ വെച്ചാൽ, ഇവരൊക്കെ സ്നേഹം കൊതിക്കുന്ന അച്ഛനമ്മമാരാണ്. ഫ്രീ സമയം കിട്ടുമ്പോൾ ഇവരുടെ അടുത്തൊക്കെ ഒന്ന് വരിക. ഇവർക്ക് സ്നേഹം മാത്രം മതി, വേറൊന്നും വേണ്ട. അതുപോലെ ഈ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മാസം 5 ലക്ഷം രൂപ വേണം. അപ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യണം. ഇതെപ്പോഴും പറയുന്നതാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. അതിനപ്പുറത്ത് നിങ്ങൾ ഒഴിവ് കിട്ടുമ്പോൾ കാപ്പാട്, കോഴിക്കോട് ബീച്ച് ഭാഗത്തൊക്കെ വരുമ്പോൾ ഈ അമ്മമാരെ കാണാൻ വരണം. വരണ്ടേ? എന്നെ ഇഷ്ടാണോ? എത്ര ഇഷ്ടാ? അപ്പോ എന്റെ കൂടെ വന്ന എല്ലാവരും ഇനി ഒരു മെഗാ പ്രോഗ്രാം ഇവിടെ നടത്തും. അന്ന് എന്താ പറയാ, ഭക്ഷണം ഉണ്ടാവും, പാട്ടുണ്ടാവും, കളി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ വരും കേട്ടോ. ആ, മോള് വന്നു, നാട്ടിലുണ്ട്. ഞാൻ കൂട്ടി വരാം ഒരു ദിവസം കേട്ടോ. മോളെ ഹോമിയോ ഡോക്ടറായി ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചക്ക് ഭക്ഷണം ഞങ്ങൾ കനിവുന്ന കഴിച്ചു കേട്ടോ. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തിരുന്നു. നല്ല നാടൻ ഫുഡ് വിത്ത് ഫിഷ്. എല്ലാവരും ഹാപ്പി ആയിട്ടോ. നമ്മൾ ഓരോരുത്തരും വിചാരിച്ച് ഈ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇന്ന് കനിവ് സ്നേഹതീരത്തിൽ വന്നിട്ട് എന്താണ് ഇവിടുത്തെ അനുഭവം? അനുഭവം പങ്കുവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ പൊതുവെ എല്ലാവരും സന്ദർശിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരുപാട് സ്ഥലങ്ങളിലുള്ളത് പോലെയല്ല, ഇവിടെ ഇവര് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഭാവിയുണ്ട്, അവർ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗം, അതായത് വാർദ്ധക്യം വന്നതും അസുഖ കാരണങ്ങളാൽ തളർന്നു പോയതും സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്തതുമായ ഒരുപാട് പേര്. അപ്പൊ അവർക്കൊരു താങ്ങും തണലായിട്ട് നമ്മൾ നിമിഷം ഇവിടെ എത്തുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം അതൊന്ന് പറഞ്ഞറിയിക്കാനാകാത്തതാണ്. അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന സന്തോഷം അതേറെയാണ്. അപ്പൊ ഇനിയും ഇത്തരത്തില് നല്ല നല്ല കൂട്ടായ്മകളും ഒരുപാട് ആളുകളും ഇവിടെ എത്തിച്ചേരണം, എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ. കാരണം ഒത്തിരി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സങ്കടമുണ്ട്, അതിലുപരി സന്തോഷമുണ്ട്. ഇനിയും വരണം എന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് അച്ഛന്മാരെയും അമ്മമാരെയും ഉമ്മമാരെയും ഒക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അറിയാമല്ലോ എവിടാന്നുള്ളത്, കാപ്പാട് സ്നേഹതീരം കനിവ്. ഇവിടേക്ക് ഒരു തവണ നിങ്ങളൊക്കെ വരിക, ഇവിടെയൊക്കെ കാണുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക.
അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. നേരിട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾ ദൂരെയാണെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ കനിവിനോട് യാത്ര പറഞ്ഞ് പോകാൻ സമയത്ത് റാഷിദ് ഭായിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. കനിവിനെ കുറിച്ച്, കനിവിൻ്റെ തുടക്കത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്നു. റാഷിദ് ഭായ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങൾ യാത്ര പറഞ്ഞ് പോയെങ്കിലും ഉടനെ ഇവിടെ വീണ്ടും വരും. വരാതിരിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഞങ്ങളെ സ്വന്തം അച്ഛനമ്മമാരാണ്. നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല കാര്യം, ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം നന്മകൾ ചെയ്തു എന്നതാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചെറുതും വലുതുമായ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ. നമ്മൾ കാരണം മറ്റൊരാൾ പുഞ്ചിരിച്ചാൽ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ.